വെളുപ്പാങ്കാലം 4:30 ഞാൻ നേരെ ഓട്ടോയിൽ കയറി സൗത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാഴ്ച കാണുന്നത്. എന്തിനാണ് സൗത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതെന്നല്ലേ? എൻ്റെ നാട് ഹരിപ്പാടാണ്. ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 വർഷമായി എൻ്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പം ഞാനും ഡാഡിയും ചേച്ചിയുടെ മോളും കൂടി, എൻ്റെ ചേച്ചിയുടെ മോളാണത്. സോ ഞങ്ങൾ 3 പേരും കൂടി നേരെ ഹരിപ്പാട്ടേക്ക് ഒരു യാത്ര ഇന്ന് തിരിച്ചേക്കാം എന്ന് വിചാരിച്ചു. അവിടെ ഒരു ഫങ്ഷനും കൂടിയുണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ ഞങ്ങൾ സൗത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ കൂടെ പോകുന്നതാണ് ഈ കാണുന്നത്. നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. കാരണം കുറേ നാൾക്ക് കൂടി എൻ്റെ മെമ്മറീസൊക്കെ അവിടെയാണ്. ആക്ച്വലി മെമ്മറീസ് എന്ന് പറയാനായിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ അവിടെ പോവുക, നാട് കാണുക, ഇതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ് എനിക്ക്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ താമസിക്കണം അങ്ങനെയുള്ളൊരു ഇഷ്ടം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ സിറ്റി പോലെയല്ല നാട്. പാടവും തോടും അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇടയ്ക്കും തലയ്ക്കുമൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക റിലീഫ് കിട്ടുന്ന പോലെയാണ്. ഇവിടെ പോലെ ട്രാഫിക്കോ ഒന്നും അവിടെയില്ല. നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ആക്ച്വലി ഹരിപ്പാട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അവിടെ സ്പെൻഡ് ചെയ്യാനാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വീട് എറണാകുളം ആയിപ്പോയി. എന്നാൽ തന്നെയും അങ്ങനെ ഞങ്ങളുടെ തറവാട് ഹരിപ്പാടായതുകൊണ്ട് തന്നെയും അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ് ഈ കാണുന്നത്. ഹരിപ്പാട് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ്. അമ്മയുടെ സ്ഥലം വരുമ്പം മാവേലിക്കരയാണ്. രണ്ട് സ്ഥലമാണ്. ഹരിപ്പാട് അവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഡാഡി ഒരു 8 മക്കളുള്ളൊരു കുടുംബമാണ്. ഒരു വലിയൊരു എന്താ പറയുക ഒരു കൂട്ടുകുടുംബമാണ് ഈ 8 മക്കളെന്ന് പറയുമ്പം. അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി. പ്ലാറ്റ്ഫോം ഏതാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമൊക്കെ കണ്ടു. അങ്ങനെ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓരോരോ സ്റ്റേഷനാണ് ഇത്. ആക്ച്വലി ആലപ്പുഴ സ്റ്റേഷനാണ്. ആലപ്പുഴ സ്റ്റേഷനെത്തി. ആലപ്പുഴ കഴിഞ്ഞിട്ടാണ് ഒരുപാട് സ്റ്റേഷനുണ്ട് ഇതിൻ്റെ ഹരിപ്പാടിൻ്റെ ഇടയ്ക്ക്. എന്നാലും ഞാൻ ആലപ്പുഴ മുതലാണ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റേഷൻ അവിടെ കഴിഞ്ഞ് ആലപ്പുഴ വിടുകയാണ്. ആലപ്പുഴ ആയാലും ആക്ച്വലി കുറച്ച് എന്താ പറയുക ഒരു നാട്ടുപ്രദേശം പോലെയാണ്. കൂടുതലും പച്ചപ്പും മരമൊക്കെ ഉണ്ട്. പക്ഷേ പാടം ഞാൻ അധികം കണ്ടിട്ടില്ല. കൂടുതലും പാടം എന്നുള്ളത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഹരിപ്പാട് തന്നെയാണ്. അങ്ങനെ ആലപ്പുഴ വിട്ടോ. ആലപ്പുഴ വിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. ആലപ്പുഴ അത്യാവശ്യം എറണാകുളത്തിൻ്റെ അത്രയും വലിയ സ്റ്റേഷനല്ല, എന്നാൽ കൂടിയും അത്യാവശ്യം ട്രെയിൻ പാളവും പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ എത്തി ഞാൻ. ഇത് അമ്പലപ്പുഴ സ്റ്റേഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആലപ്പുഴ കഴിഞ്ഞിട്ടാണ് അമ്പലപ്പുഴ. ആലപ്പുഴ കഴിഞ്ഞാൽ അമ്പലപ്പുഴ. കണ്ടോ, ഇതാണ് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. അമ്പലപ്പുഴ പക്ഷെ അത്യാവശ്യം കൊള്ളാം. കുറച്ചും കൂടി എന്താ പറയുക ആലപ്പുഴയെക്കാളും കുറച്ചും കൂടി പച്ചപ്പ് കൂടിയ സ്ഥലമാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്ത് രസമാണ് ആക്ച്വലി ഇവിടെ കാണാൻ. ഇതുപോലെയൊക്കെ നമുക്ക് എറണാകുളത്ത് കാണാൻ പറ്റുമോ? ഇതൊരു വേറിട്ട കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇതെല്ലാം ഒരുപാട് പച്ചപ്പും മരവും. എനിക്കിത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും പച്ചപ്പുള്ള മരങ്ങൾ. വേറൊരു സ്റ്റേറ്റിലും നമ്മൾ എവിടെ പോയാലും കേരളത്തിൻ്റെതായ ഒരു തനിയായ ഭംഗിയും ഇവിടെയും കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് അത്ര ഈ മരങ്ങളും ഇതൊന്നുമില്ല, എല്ലാം വെട്ടി വീടായി. ഇപ്പം ആലപ്പുഴയിലാണ് കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇതാണ് ആക്ച്വലി പാടം. ഇതാണ് പാടവേ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പാടം കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച. കണ്ടോ, ഇതൊക്കെ ആക്ച്വലി പാടമാണ്. പാടത്ത് വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പം നെല്ല് ഒക്കെ കഴിയുമ്പം നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞ്
എല്ലാം കഴിയുമ്പോൾ കണ്ട ഇങ്ങനെ വെള്ളമൊക്കെ കയറി എന്നാണ് കാണുന്നത്. ഇനി അങ്ങോട്ടൊരു വല്ലാത്ത ഭംഗിയായിരിക്കും. കാരണം പാടം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലാക്കാം ഹരിപ്പാട് അടുത്തെത്തി. കാരണം ഹരിപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു വല്ലാത്തൊരു പച്ചപ്പായ, വല്ലാത്തൊരു പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അത്ര അതിമനോഹരമായ പച്ചപ്പുള്ളൊരു സ്ഥലമാണ് ഹരിപ്പാട്. ആലപ്പുഴയെ വെച്ച് ഏറ്റവും കൂടുതൽ പാടം ഞാൻ കണ്ടിട്ടുള്ളത് ഹരിപ്പാടാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് വെച്ചിട്ട്. അങ്ങനെ അവിടെ കായലൊക്കെ കണ്ടു. മീൻസ് ഇടയ്ക്ക് വെച്ച് കായൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞാൻ ഹരിപ്പാടെത്തി ഗായ്സ്. ഞാൻ ഹരിപ്പാടെത്തി. അങ്ങനെ ഞാൻ വന്ന ട്രെയിനാണ് ഈ കാണുന്നത്. ഈ ട്രെയിൻ വിടാൻ പോവാണ്. ട്രെയിൻ ഇപ്പോൾ തന്നെ എടുക്കും. കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനായിരുന്നത്. പെട്ടെന്ന് എത്തിയത് കണ്ട. ആ കാണുന്ന ആള് ഇങ്ങനെ കൊടി ഉയർത്തി കാണിച്ചു കഴിഞ്ഞ് ട്രെയിനിൻ്റെ കണ്ട. കൊടി ഉയർത്തി കാണിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു കണ്ട. വളരെ സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് ട്രെയിൻ. ടാറ്റയൊക്കെ കൊടുത്തു, പക്ഷെ ആരും കാണാൻ പോകുന്നില്ല ടാറ്റ. അങ്ങനെ ഞാൻ വന്ന ട്രെയിനിന് ടാറ്റയൊക്കെ കൊടുത്തു. ഇതാണ് ഹരിപ്പാട് കേട്ടോ. പക്ഷെ ഹരിപ്പാട് എന്ന് എഴുതിയേക്കുന്നത് ആക്ച്വലി കാണാൻ കൂടി പറ്റത്തില്ല. അവിടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിൻ്റെ ഈ ഇലക്ട്രിക് വയറിൻ്റെ ഇല്ലേ, ഈ ട്രെയിൻ ഇതിൽ കൂടെ അല്ലേ ഇങ്ങനെ പോകുന്ന ആ ഒരു പോസ്റ്റ്. ഹരിപ്പാട് കണ്ടോ. ഹരിപ്പാട്. എത്ര പേർക്ക് ഈ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ശരിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞൊരു നല്ലൊരു കൊച്ചു പ്ലേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊന്നും അല്ല ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ നടന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ആക്ച്വലി വീട്. തറവാടെന്ന് പറയുന്നത് തൊട്ടടുത്താണ്. ആക്ച്വലി ഒരു കലിങ്ക് മാത്രമേ കഴിയേണ്ട ആവശ്യമുള്ളൂ. കലിങ്ക് കഴിയുമ്പോൾ തന്നെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് രാവിലെ ഒരു മോർണിംഗ് എക്സസൈസും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ പരിചയമുള്ളവരെ ഡാഡി നോക്കി കൈയൊക്കെ കാണിച്ചാണ് പോകുന്നത്. ഒരു കടയിലൊരു ചേട്ടൻ്റെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാഡി ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം പരിചയമുണ്ട്. വീട്ടുകാരിവിടെയാണ്. അപ്പോൾ ഡാഡിക്ക് അത്യാവശ്യം പരിചയം എന്തായാലും ആ ഏരിയയിൽ കാണും. പഠിച്ചവരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഡാഡിയുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഡാഡിക്ക് അത്യാവശ്യം പരിചയം ഇവിടെയാണ്. പിന്നെ അത് മാത്രമല്ല, സൂര്യനെ കണ്ടോ. രാവിലത്തെ സൂര്യനാണ് ഈ കാണുന്നത്. എന്തൊരു നല്ല ഒരു സൂര്യരശ്മിയാണ്. പിന്നെ ഇത് ആക്ച്വലി നമ്മുടെ പാടം കണ്ട. ഇതാണ് ഞങ്ങളുടെ വീട്. മീൻസ് ഈ കാണുന്ന പാടമാണ് ആക്ച്വലി ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെത്തി. ഞങ്ങളുടെ ആ വഴിയെത്തി. അവിടെ ഒരു കാറ്റസ് കണ്ട്. ഇതാണ് കാറ്റസ് അവിടെ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു വീട്ടിൽ ആദ്യം തന്നെ കാണുന്ന ഒരു വീടിൻ്റെ അവിടെ ഇങ്ങനെ പടർന്നു ഇരിക്കുന്ന കാറ്റസാണ് അത് ആക്ച്വലി. അങ്ങനെ ഇത് പണ്ടൊരു ചെറിയ വഴിയായിരുന്നു കേട്ടോ. നടക്കാൻ മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേ അപ്പുറത്തിരിക്കുന്ന ആ വസ്തു ആക്ച്വലി ഡാഡിയുടെ അനിയൻ വാങ്ങിച്ചത്. ആ അനിയൻ കുറച്ചും കൂടി സെൻറ്റ് വിട്ടുകൊടുത്താണ് ഈ വഴി ഇത്രയും വലുതായേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട. എന്നാൽ കൂടിയും ഇനിയും വലുതാവാനുണ്ട്. കാറൊന്ന് ഒരു അത്യാവശ്യം വലിയ കാറ് കയറണമെങ്കിൽ കുറച്ചും കൂടി വലുതാവാൻ ഉണ്ട്. ഇതാണ് തെക്കേലപ്പച്ചൻ, ഡാഡിയുടെ കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ അച്ഛൻ്റെ അനിയൻ്റെയോ ചേട്ടൻ്റെയോ മോനാണത്. അപ്പോൾ ഡാഡിയുടെ കസിൻ എന്ന് പറയും. സോ ഡാഡി പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ഡാഡി അത് അവിടെ ഇട്ടിട്ട് പോയി. അവസാനം ഞാൻ ഈ കാണുന്ന കല്ലിൽ കൂടെ ഗ്രാവലിൽ കൂടെ ഇങ്ങനെ ഉരുട്ടി പോവുകയാണ്. അവിക്ക് വെയിറ്റ് ആയതുകൊണ്ട് അവി സഹായിക്കാൻ വരില്ല പൊക്കാനായിട്ട്. കാരണം
അവൾക്ക് തന്നെ അവളെ ശേഷിയില്ല പോക്കാൻ. കണ്ടോ, വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നാട്ടുപ്രദേശമാണിത്. നമ്മൾ സിറ്റി കാണുന്ന പോലെ ഒന്നുമല്ല. വളരെ സാധാരണയായിട്ടുള്ള ആൾക്കാരാണിവിടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ എവിടെയാണ് വന്നു കഴിഞ്ഞാൽ നിൽക്കണമെന്ന് വെച്ചാൽ ഡാഡിയുടെ അനിയൻ്റെ വീട്ടിലാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനിയന്മാരുണ്ട് ഡാഡിക്ക്. അതിൽ തൊട്ട് താഴെയുള്ള അനിയനാണ് രാജുപ്പപ്പ. രാജുപ്പപ്പയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഏത് നേരവും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് രാജുപ്പപ്പയുടെ വീട്. രാജുപ്പപ്പയുടെ വീടും സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത്. ഫങ്ഷൻ നടക്കാൻ പോകുന്നത് ഈ വീട്ടിലാണ്. അങ്ങനെ ഡാഡിയുടെ അനിയൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ 2 വർഷത്തിന് ശേഷമാണ് വരുന്നത് തന്നെ. അങ്ങനെ ഇവിടെ എത്തി. ആ കാണുന്നതാണ് എൻഗേജ്മെൻറ്റ് പയ്യൻ. അതായത് നമ്മുടെ രാജപ്പപ്പയുടെ മോനാണത്. ഈ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം. ഇതാണ് രാജപ്പപ്പ. വേണ്ട, ഡാഡിയെ പോലെ തന്നെ ഇരിക്കും ഏകദേശം കാണാൻ. ഈ പിടിക്കുന്ന ഇത് പിന്നെ ഇതും പിടിച്ചായിരുന്നു ഞങ്ങളെല്ലാം വന്നത്. ദൂരട്ടി പിടിച്ചാ വന്നത്. ഈ പിടി അങ്ങ് ഒടിഞ്ഞു പോയി. ഐഡിയ ഉണ്ട്, ഒരു ചരട് വെച്ച് കെട്ടിയാ മതി. ഇതാ ഇത് പിടി പോയില്ലേ? അങ്ങനെ കെഴുത്ത ഈ കെഴുത്തേം കൂടെ അവര് ഉണ്ടാക്കി തരും. ഒരു ചരട് പോയി കറക്റ്റ് പോയി അങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. പോലെ എന്താണ് അല്ല, ഇതൊക്കെ എപ്പോഴും ഒടിയുന്നതല്ലേ, വില ഉള്ളതല്ലേ. എനിക്ക് ഇവിടെ കാര്യമാണ്. നീ എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചേ? ഞാൻ എന്നാ ഇവിടെ വന്നെന്നറിയോ? അഭി പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടാ? അഭി പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടാ? ഭയങ്കര സൗണ്ട് കുറച്ചാ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാവോ സ്ത്രീകളായ? അപ്പനെന്ത് പറയുന്നു? അപ്പൊ ഇപ്പൊ ഞാൻ ലോട്ടറി എടുത്ത് ലോട്ടറി എടുത്ത് ഒരെണ്ണം കൊണ്ട് അടിക്കുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നില്ല. ലോട്ടറി അടിക്കും. ഞാൻ ഒരെണ്ണം പോലും എടുത്തിട്ടും ഇല്ല. ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എടുക്കത്തില്ല. ഞാൻ എല്ലാ ബമ്പറും എടുക്കും. ലോട്ടറി എനിക്ക് വേണ്ട. 1000-2000 ഒക്കെ അങ്ങ് പോയി കിട്ടും. ലോട്ടറി എടുത്താൽ തന്നെ സർക്കാർ ഉണ്ടാക്കും പൈസ. അതെ, ലോട്ടറി എടുക്കരുത്. അഭി എന്തെങ്കിലും പരിപാടി നോക്കുവാണെങ്കിൽ ഞാൻ എടുക്കും. എന്തെന്നറിയാമോ? അഭി ആ കാര്യം മറന്നു പോകും. നമുക്ക് ആ പൈസ ലാഭം കിട്ടും. ഇല്ലേ? നീ ഒരു പൈസ എനിക്ക് കണ്ടാലാവും. ഉണ്ടെങ്കിലും ഒരു 10-2000 രൂപ തന്നാൽ മതി. ഈസ്റ്ററിന് ഈ ആഘോഷവും ഇല്ലായിരുന്നു ഇവിടെ. അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ പറയണം. പറ, അവയ്ക്ക് പ്രാർത്ഥിക്കണോ? മനസ്സിൽ പ്രാർത്ഥിക്കാന്ന്. അബിയ അബി ബുദ്ധിമതിയാന്ന്. കോംപ്ലിമെന്റ്. സോ രാവിലത്തെ ഫുഡാണ്. നാട്ടിൽ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കുബൂസ് പോലത്തെ ഒരെണ്ണം, പിന്നെ ഇത് വട്ടയപ്പം, പിന്നെ ഇത് മുട്ടക്കറി. അപ്പോൾ കുബൂസും വട്ടയപ്പവും മുട്ടക്കറിയാണ് ഇന്ന് രാവിലത്തെ ഇവിടുത്തെ ഭക്ഷണം. പ്രഭാത ഭക്ഷണം, പിന്നെ ചായയും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കാണിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഇതാണ് അവിയൽ വെക്കാനുള്ള കൂട്ടാണ്. ഇത് പടവലങ്ങ, ഇത് മുരിങ്ങ, 2 ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ,
പിന്നെ ഇതാണ് പപ്പായ, ഓമയ്ക്ക എന്ന് പറയും. ഇത് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിനി അരിയാം. സോ അരിയാൻ പോവാണ് ഗൈസ്. അരിയുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിത് അരിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അരിയും മുരിങ്ങയുടെ കോലം കണ്ടല്ലോ. ഈ മുരിങ്ങനെ നമ്മൾ മേൽഭാഗത്തു നിന്ന് ഇങ്ങനെ കൊണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് കാണുന്നുണ്ടോ? ഇങ്ങനെ വലിച്ചാൽ കേട്ടാ സംഭവം പോകുന്നു. എളുപ്പമല്ലേ? എന്നിട്ട് ഇനി അടുത്ത ഒരു ഇത്രയും നമുക്ക് വലിപ്പം വെക്കാം അല്ലേ മുരിങ്ങയുടെ. എന്നിട്ട് ഇവിടുന്ന് അതേപോലെ വീണ്ടും എന്നിട്ട് ഒരു വലിക്കുക കേട്ടോ സാധനം. അപ്പം ഇവിടെ കിട്ടിയില്ലേ, ഇവിടുന്ന് താഴേക്ക് വലിക്കുക കേട്ടോ. ഇനി അതല്ല, അപ്പോൾ ഒരു മുരിങ്ങ കിട്ടി. ഇനി ആ വെട്ടിയ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ വീണ്ടും മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടാ. കുറച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്, ഫുള്ള് കളഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോയി. ഇനി അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ കാണുന്ന മേൽഭാഗത്തു നിന്ന് താഴേക്ക് ഇത് കളഞ്ഞു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക വേണ്ട, എന്നിട്ട് താഴേക്ക് ഇടുക. മനസ്സിലായോ? മുരിങ്ങ കിട്ടി. മനസ്സിലായി എങ്ങനെ മുരിങ്ങയുടെ തൊലി പൊളിക്കണ്ടേന്ന്. എന്നിട്ട് അവസാനം വന്നത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മേൽഭാഗം മാത്രം ഇങ്ങനെ തൊലി കളയാ വേണ്ട ഗൈസ്. ഓക്കേ, അപ്പം ഇന്നത്തെ ഇവിടെ അവിയലിൻ്റേത് അരിഞ്ഞിട്ട് വരാം. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് ഒരു ചരുവത്തിലേക്ക് ഇട്ടു. അതാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ കാണിച്ച ആ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഈ ഒരു പരുവത്തിൽ ഇടുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി, സെപ്പറേറ്റ് ആക്കണമെന്നൊന്നുമില്ല. അതിന് ശേഷം തേങ്ങ തിരുമുക. ഇല്ല, ഇതിലിപ്പോൾ നിലവിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലേ, മഞ്ഞപ്പൊടി മാത്രമേ. ഞാൻ അരിഞ്ഞു കൊടുക്കൽ മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കുന്നത് ഓമനാമയാണ്. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായി. തൊട്ടിപ്പുറത്ത് തന്നെ മീനും. ഇതാണ് മീൻ. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ വസ്തു ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. കുറേ നാൾക്ക് ശേഷമാണ് വസ്തുവൊക്കെ ഒന്ന് കാണുന്നത്, എന്തായി ഇതിൻ്റെ പരുവം എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു മരം കണ്ടു. ഇതെന്തിൻ്റെ മരമാണെന്ന് അറിയില്ല ഗൈസ്. തുടക്കം തന്നെ നിന്നാണ്. ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊരു മരം വളർന്നു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ ഒരു ചെറിയ ഒരു ഇത് എന്താ പറയുക, പഞ്ചസാരപ്പഴം അങ്ങനെ കണ്ട് പറയില്ല നമ്മൾ, ഒരു തരി പോലെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം, ആ ഒരു മരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ ദേ അടുത്തൊരു തെങ്ങ്. പക്ഷെ തെങ്ങും മൂടുണ്ടെങ്കിലും എൻ്റെ ഈ വസ്തുവിൽ ഒരു തേങ്ങ പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ തെങ്ങിലൊക്കെ തേങ്ങ പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വെച്ചിട്ട് 1-2 തേങ്ങ, ഇതിൻ്റെ അപ്പുറമൊന്നും ഇല്ല തേങ്ങ. ഇനി ആൾക്കാർ ഇത് വെട്ടിക്കൊണ്ട് പോവാണെന്നൊന്നും അറിയില്ല. കാരണം ശ്രദ്ധിക്കാൻ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ വന്ന് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ പശുവിനെ കൊണ്ടുപോയി കെട്ടും. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നം പറ്റുക. അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ. ഈ സ്ഥലത്തൊരു വീട്, നാട്ടിലൊരു സ്വന്തമായ ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ ഇവിടെ ഒന്നൊക്കെ പരിസരമൊക്കെ നോക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ഒരു വീട് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണിത്. സോ അവിടെയൊക്കെ നോക്കി കുറേ തെങ്ങും തയ്യും ഒക്കെ കണ്ടു. 2-3 തെങ്ങും തയ്യൊക്കെ ഇങ്ങനെ പോയി കിടക്കുകയാണ്. തെങ്ങിൻ്റെ മണ്ടയൊക്കെ പോയി കിടക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കി. അപ്പോൾ അവിടെ ആരോ മീൻ പിടിച്ചേക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം അവിടെ ഇങ്ങനെ
ചെമ്പല്ലിയൊക്കെ. ഇവിടെ കൂടുതലും ചെമ്പല്ലിയുള്ള നാടാട്ടോ. ഇതിപ്പോൾ അങ്ങനെ ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ പോലും അവിടെ ചെമ്പല്ലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരോ എവിടെ കയറിയും ചെമ്പല്ലി പിടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ അങ്ങനെ കണ്ടോ, നമ്മുടെ പൈനാപ്പിളാണ് കാണുന്നത്, കൈതച്ചക്ക എന്നൊക്കെ പറയും. അങ്ങനെ സമയം 6:30 തിരിച്ച് തറവാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇപ്പം തറവാട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് പോവുകയാണ്. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കി പട്ടികളൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. ഇവിടെ രാവലിപ്പട്ടി ഭയങ്കര കൂടുതലുള്ള സ്ഥലമാണ്. 6:00 ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ടാറ്റ ബൈ ബൈ, ലവ് യു സോ മച്ച്.